ദേശീയ ടൂത്ത് ബ്രഷിംഗ് ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് ഡെന്റൽ കോളേജിലെ പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ദിതി സി സംസാരിക്കുന്നു. നവംബർ 7-ാം തീയതി ദേശീയ ടൂത്ത് ബ്രഷിംഗ് ദിനമായി ആചരിക്കുകയാണ്. പൊതുജനാരോഗ്യത്തിൽ ദന്തശുചിത്വത്തിനുള്ള പ്രാധാന്യം ഓർമ്മിപ്പിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നാണ് പല്ലുകൾ. ചിരിക്കാനും ഭക്ഷണം ചവച്ചരയ്ക്കാനും പല്ലുകൾ നമ്മെ സഹായിക്കുന്നു. ഒരാളുടെ സൗന്ദര്യവും ആത്മവിശ്വാസവും നിലനിർത്തുന്നതിലും വളർത്തുന്നതിലും പല്ലുകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് വായയും വൃത്തിയായി വെക്കുന്നത്. പല്ലിലെയും മോണയിലെയും അണുബാധയുണ്ടാക്കുന്ന ബാക്ടീരിയകൾ അഥവാ അണുക്കൾ പുറന്തള്ളുന്ന സ്രവങ്ങൾ ശരീരത്തിൻ്റെ മറ്റു ഭാഗത്തേക്കും രക്തത്തിലൂടെ കലർന്ന് നീർവീക്കവും പിന്നീട് പല മാരക രോഗങ്ങളിലേക്കും നയിക്കുന്നു. ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്യാതിരുന്നാൽ പല്ലിൽ അഴുക്കും കറയും കൂടുതലായി അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട്. ഈ അണുക്കൾ നിറഞ്ഞ കാൽക്കുലസ് എന്ന അഴുക്ക് വായ്നാറ്റം ഉണ്ടാക്കുന്നതിനോടൊപ്പം മോണപഴുപ്പ് അഥവാ ജിഞ്ചിവൈറ്റിസ്, ഊനുവീക്കം അഥവാ പെരിഡോണ്ടൈറ്റിസ് എന്നിവയ്ക്കും കാരണമായി തീരുകയും ചെയ്യുന്നു. മോണയുടെ ബലം കുറയുന്നതോടെ പല്ലിന് അനക്കം വയ്ക്കുകയും പിന്നീട് ഇളകിപ്പോകാൻ സാധ്യതയും ഉണ്ട്. മധുരമുള്ളതും പല്ലിൽ ഒട്ടിപ്പിടിക്കുന്നതുമായ ഭക്ഷണപദാർത്ഥങ്ങൾ, വായ വൃത്തിയായി സൂക്ഷിക്കാത്തത് എന്നിവ കാരണം ദന്തക്ഷയം അഥവാ പല്ലിലെ പോട് ഉണ്ടാകാൻ കാരണമാകുന്നു. കുട്ടികൾ, മുതിർന്നവർ, ഗർഭിണികൾ, പ്രമേഹ രോഗികൾ എന്നിവർ ദന്താരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഗർഭകാലത്ത് ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം മോണരോഗം, പൂപ്പൽബാധ, ദന്തക്ഷയം എന്നിവ ഉണ്ടായേക്കാം. കൂടാതെ മാതാവിൻ്റെ രോഗാവസ്ഥ കുഞ്ഞിൻ്റെ ദന്താരോഗ്യത്തെയും ബാധിക്കാം. അതിനാൽ ദന്തശുചിത്വം ഗർഭകാലത്ത് തീർച്ചയായും പാലിക്കേണ്ട ഒന്നാണ്. പ്രമേഹ രോഗികളിൽ വായ്പുണ്ണ്, വരണ്ടവായ, മോണരോഗം, ദന്തക്ഷയം, പൂപ്പൽബാധ എന്നിവ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിനാൽ ദന്താരോഗ്യം സംരക്ഷിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. ഇനി നമുക്ക് പല്ലുകൾ എങ്ങനെ സംരക്ഷിക്കാമെന്ന് നോക്കാം. ദിവസവും 2 നേരം പല്ല് തേച്ച് വൃത്തിയാക്കുക. ഭക്ഷണശേഷം രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് നിർബന്ധമായും ബ്രഷ് ചെയ്യേണ്ടതാണ്. ബ്രഷ് സെലക്ട് ചെയ്യുന്ന വിധമൊന്ന് നോക്കിയാലോ. ബ്രഷിലെ നാരുകൾ അഥവാ ബ്രിസിൽസിൻ്റെ വ്യത്യാസമനുസരിച്ച് 3 തരത്തിലുണ്ട്: ഹാർഡ്, മീഡിയം, സോഫ്റ്റ്. കട്ടി കൂടിയത്, താരതമ്യേന കട്ടി കുറഞ്ഞത്, മൃദുവായിട്ടുള്ളത്. ഇതിൽ മീഡിയം അല്ലെങ്കിൽ സോഫ്റ്റായിട്ടുള്ള ബ്രഷ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. പല്ല് തേയ്മാനവും പുളിപ്പുമുള്ളവർ കട്ടി കൂടിയതും താരതമ്യേന കട്ടി കുറഞ്ഞതുമായ ബ്രഷുകൾ ഒഴിവാക്കുന്നതാണ് ഉചിതം. ഇങ്ങനെയുള്ളവർക്ക് സോഫ്റ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ സോഫ്റ്റ് ഇനത്തിൽപ്പെട്ട ബ്രഷ് തിരഞ്ഞെടുക്കുന്നതാണ് ഉത്തമം. ദിവസവും 1 തവണ ഡെന്റൽ ഫ്ലോസ് അല്ലെങ്കിൽ ഇന്റർഡെന്റൽ ബ്രഷ് ഉപയോഗിച്ച് പല്ലിടകളിൽ കുടുങ്ങിയ ആഹാരം നീക്കം ചെയ്യുക. കുറഞ്ഞത് 2 മിനിറ്റ് സമയം ബ്രഷ് ചെയ്യുന്നതിനായി ചെലവഴിക്കുക. 3 മാസം കൂടുമ്പോൾ ബ്രഷ് മാറ്റുക. 3 മാസത്തിനുള്ളിൽ ബ്രഷിൻ്റെ നാരുകളിൽ തേയ്മാനം കണ്ടാൽ അത് ഉടനടി മാറ്റേണ്ടതാണ്. ഭക്ഷണത്തിന് ശേഷം വെള്ളം കൊണ്ട് വായ വൃത്തിയായി കഴുകുക. നാവ് വൃത്തിയാക്കാൻ ടങ് ക്ലീനർ അഥവാ നാവ് ക്ലീനർ ഉപയോഗിക്കേണ്ടതാണ്. മുതിർന്നവർക്ക് ഏറ്റവും ശാസ്ത്രീയവും ഫലപ്രദവുമായ ബ്രഷിംഗ് രീതിയാണ് മോഡിഫൈഡ് ബാസ് ടെക്നിക്. ബ്രഷ് മോണയോട് ചേർത്ത് 45 ഡിഗ്രി കോണിൽ വയ്ക്കുക. ബ്രഷ് മുന്നോട്ടും പിന്നോട്ടും ചെറിയ വൈബ്രേഷൻ പോലെ ഇളക്കുക. ഈ രീതിയിൽ 10 മുതൽ 15 സെക്കൻഡ് വീതം ഓരോ ഭാഗത്തും ചെയ്യുക. വൈബ്രേഷൻ കഴിഞ്ഞ് മേൽത്താടിയിലാണെങ്കിൽ ബ്രഷ് പല്ലിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് താഴോട്ടേക്കും, കീഴ്ത്താടിയിലാണെങ്കിൽ താഴെ നിന്ന് മുകളിലോട്ടും ബ്രഷ് ചലിപ്പിക്കുക. പല്ലിൻ്റെ അകവശവും ഇതേപോലെ വൃത്തിയാക്കുക. പല്ലിൻ്റെ ചവയ്ക്കുന്ന ഭാഗം ബ്രഷ് വെച്ച് മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കുക. ഇങ്ങനെ പല്ലിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ആവർത്തിക്കുക. പല്ല് മുളയ്ക്കുന്നതിന് മുൻപേ തന്നെ വായ ശുചിത്വം ആരംഭിക്കണം. ശിശുക്കൾ പാൽ കുടിച്ച ശേഷം ചുണ്ടുകളും നാവും മോണയും വൃത്തിയുള്ള ഒരു നനഞ്ഞ മൃദുവായിട്ടുള്ള ഒരു തുണി ഉപയോഗിച്ച് തുടയ്ക്കുക. ദിവസത്തിൽ കുറഞ്ഞത് 2 പ്രാവശ്യമെങ്കിലും വൃത്തിയാക്കുക. ഉറങ്ങുമ്പോൾ മധുരമുള്ള പാൽ അല്ലെങ്കിൽ ജ്യൂസ് അടങ്ങിയ ബോട്ടിൽ നൽകുന്നത് ഒഴിവാക്കണം. വെള്ളം മാത്രമേ അനുവദിക്കാവൂ. ഇതുവഴി ബേബി ബോട്ടിൽ കേരീസ് അഥവാ ബേബി ബോട്ടിൽ ദന്തക്ഷയം ഒഴിവാക്കാം. കുഞ്ഞുങ്ങളിൽ പല്ല് മുളച്ചു തുടങ്ങുമ്പോൾ തന്നെ ബ്രഷിംഗ് ചെയ്യാവുന്നതാണ്. കുട്ടികളിൽ ഫോൺസ് ടെക്നിക് എന്ന ബ്രഷിംഗ് രീതിയാണ് ഉത്തമം. പല്ലുകൾ കടിച്ചുവെച്ച്
ബ്രഷ് പല്ലിനും മോണയ്ക്കും മേൽ വലിയ വൃത്തങ്ങളാക്കി ചലിപ്പിക്കുക. പല്ലിന്റെ അകവശവും ഇതേപോലെ വൃത്തിയാക്കുക. പല്ലിന്റെ ചവയ്ക്കുന്ന ഭാഗത്തിൽ ബ്രഷ് മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കുക. കുട്ടികൾക്കായുള്ള ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഫ്ലൂറൈഡ് അടങ്ങിയ ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കുന്നതാണ് ദന്തക്ഷയം തടയാൻ ഉത്തമം. കുട്ടികളിൽ 2 വയസ്സ് മുതൽ ഫ്ലൂറൈഡ് അടങ്ങിയ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. അതുവരെ ഫ്ലൂറൈഡ് ഇല്ലാത്ത ടൂത്ത് പേസ്റ്റ് വേണം ഉപയോഗിക്കാൻ. 3 വയസ്സിന് താഴെ അരിമണി വലിപ്പത്തിലും 3 തൊട്ട് 6 വയസ്സ് വരെ പയറുമണി വലിപ്പത്തിലും ഉള്ള പേസ്റ്റ് വേണം ഉപയോഗിക്കേണ്ടത്. മൗത്ത് വാഷ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. വായ കഴുകാൻ ഉപയോഗിക്കുന്ന ദ്രാവകം ആണ് മൗത്ത് വാഷ്. ഇതിലൂടെ വായയുടെ ബാക്ടീരിയയുടെ അളവ് കുറയ്ക്കാനും വായ്നാറ്റം മാറ്റാനും സാധിക്കുന്നു. പല്ലിലെ പ്ലാക്ക്, കറ എന്നിവയുടെ രൂപീകരണവും കുറയ്ക്കുന്നു. ബ്രഷ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഏകദേശം 15 തൊട്ട് 20 മില്ലി മൗത്ത് വാഷ് വായിലെടുത്ത് 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ വായിൽ കൊള്ളുക. മൗത്ത് വാഷ് പിന്നീട് തുപ്പിക്കളയുക. ഉപയോഗിച്ചതിന് ശേഷം 30 മിനിറ്റ് വരെ ഭക്ഷണം അല്ലെങ്കിൽ പാനീയങ്ങൾ ഒഴിവാക്കുക. ചെറിയ കുട്ടികൾ, അത് 6 വയസ്സിന് താഴെയുള്ളവർക്ക് മൗത്ത് വാഷ് ഉപയോഗിക്കാൻ പാടില്ല. മൗത്ത് വാഷ് ടൂത്ത് ബ്രഷിങ്ങിന് പകരം ഉള്ളതല്ല. അത് അതിനോടൊപ്പം ഉപയോഗിക്കേണ്ട ഒന്നാണ്. ഫ്ലോസ് എന്താണ്? ഫ്ലോസ് എന്നത് വളരെ മൃദുവായ നൂലുപോലുള്ള ഒരു ദന്തശുചിത്വ ഉപകരണമാണ്. ഇത് പല്ലുകൾക്കിടയിലുള്ള ഇടുങ്ങിയ സ്ഥലങ്ങളിൽ കുടുങ്ങിയിരിക്കുന്ന ഭക്ഷണക്കണങ്ങളും പ്ലാക്കും നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. ഏകദേശം 18 ഇഞ്ച് നീളമുള്ള ഫ്ലോസ് എടുത്ത് വിരലുകൾക്കിടയിലൂടെ ചുറ്റിപ്പിടിക്കുക. ഫ്ലോസ് പല്ലുകളുടെ ഇടയിലൂടെ മൃദുവായി ഇടുക. സി ആകൃതിയിൽ ഓരോ പല്ലിനും ചുറ്റി പതുക്കെ മേലോട്ടും താഴോട്ടും നീക്കുക. എല്ലാ പല്ലുകൾക്കിടയിലൂടെയും ഇത് ആവർത്തിക്കുക. ബലം ഒട്ടും നൽകരുത്. ദിവസവും ഒരിക്കൽ, അതായത് രാത്രി ബ്രഷ് ചെയ്യുന്നതിന് മുൻപ് ഫ്ലോസ് ചെയ്യുക. രക്തസ്രാവമോ വേദനയോ ഉണ്ടെങ്കിൽ ഡെന്റിസ്റ്റിനെ ഉടനടി തേടുക. 6 മാസത്തിലൊരിക്കൽ ദന്തപരിശോധന നടത്തുക. പല്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കാൽക്കുലസ് എന്ന അഴുക്കും കറകളും ബ്രഷ് ചെയ്താൽ പോകുന്നതല്ല. അത് ദന്ത ഡോക്ടറെ കണ്ട് അൾട്രാസോണിക് സ്കെയിലിംഗ് എന്ന പ്രക്രിയയിലൂടെ വേണം നീക്കം ചെയ്യാൻ. ശുചിത്വശീലങ്ങൾ ചെറുപ്പം മുതൽ വളർത്തിയെടുക്കുമ്പോൾ ഭാവിയിൽ ആരോഗ്യകരമായ പല്ലുകളും വായയും നമുക്ക് ലഭിക്കുന്നു. രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത്. നിങ്ങളുടെ പല്ലുകൾക്കായി ഇന്ന് 1 മിനിറ്റ് ചെലവഴിക്കൂ. നാളെയുടെ പ്രശ്നങ്ങൾ ഒഴിവാക്കാം. നവംബർ 7 ദേശീയ ടൂത്ത് ബ്രഷിംഗ് ദിനമാണ്. അതുകൊണ്ട് മധുരം കുറച്ച് ബ്രഷിംഗ് കൂട്ടി ആരോഗ്യമുള്ള പല്ലുകൾക്കായി മുന്നോട്ട്. ദേശീയ ടൂത്ത് ബ്രഷിംഗ് ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് ഡെന്റൽ കോളേജിലെ പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ദിതി സി. ഏഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്. ഡെങ്കിപ്പനി പകരുന്നതെങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുക് വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ. പ്രകാശധാര